നാലാമത്തെ വർഷമാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ഈ 4 വർഷം ആശ്രമം സ്ഥാപിച്ച ആ സമയം മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള, എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ചില വ്യവസ്ഥകൾ നമ്മുടെ സമാജത്തിലുണ്ട്. അത് മറ്റൊന്നുമല്ല, നാമജപ സംസ്കാരവും ധർമ്മ സംസ്കാരവും നമ്മുടെ എല്ലാം കുടുംബങ്ങളിൽ നിന്നും വ്യക്തി ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം. ഇവിടെ ഈശ്വര പ്രാർത്ഥനയിൽ പറഞ്ഞു, നാമം ചൊല്ലുന്ന അധരം. നമ്മളെല്ലാം നാമം ചൊല്ലണം എന്നുള്ള ആഹ്വാനമാണ് ഇവിടെ ഈശ്വര പ്രാർത്ഥനയിലൂടെ നമുക്ക് നൽകിയത്. നാമജപ സംസ്കാരത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന കുടുംബങ്ങളായിട്ട്, വ്യക്തികളായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളേണ്ടത് എങ്ങനെയാണ് എന്ന് സ്വയം ഒന്ന് ആത്മപരിശോധന നടത്തുക. നമ്മുടെ എല്ലാം പത്രദൃശ്യ മാധ്യമങ്ങളിൽ നിന്ന് എടുത്തു നോക്കിയാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ദിവസം ലഹരിയുടെ ഒരു വാർത്തയെങ്കിലും ഇല്ലാതിരിക്കുകയില്ല. എല്ലാ ദിവസവും ഇന്ന് കലുഷിതമായി കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് മുമ്പിലുള്ളത്. പലതരത്തിലുള്ള ലഹരികൾ, രാസലഹരികൾ, മറ്റ് മയക്കുമരുന്നുകൾ, ഇതെല്ലാം കൊണ്ട് തകർന്നു പോകുന്ന ഒരു തലമുറ ഇന്ന് നമുക്ക് മുമ്പിലുണ്ട്. ശരിയോ തെറ്റോ ഇവിടെ ഇരിക്കുന്ന അമ്മമാരും രക്ഷിതാക്കളും ഒക്കെ ആലോചിച്ച് നോക്കുക. പത്രദൃശ്യ മാധ്യമങ്ങൾ എടുത്ത് നോക്കുന്ന സമയത്ത് ഒരു ദിവസം ലഹരി കൊണ്ട് മരണപ്പെട്ട ഒരാളുടെയെങ്കിലും വാർത്തയില്ലാത്ത ദിവസങ്ങൾ ഈ അടുത്ത കാലങ്ങളിൽ കാണാറില്ല. നമ്മൾ കണ്ടു, താമരശ്ശേരിയില് നൊന്ത് പ്രസവിച്ച അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് കത്തി കുത്തിയിറക്കിയ മകന്റെ വാർത്ത നമ്മൾ കണ്ടു. ജോലി സ്ഥലത്ത് നിന്ന് ക്ഷീണിച്ചു വന്ന് ചാരുകസരയിൽ ചാരിക്കിടന്ന അച്ഛന്റെ കഴുത്ത് നോക്കിയിട്ട് പേനാക്കത്തി കൊണ്ട് മുറിച്ച് മാറ്റിയ മകന്റെ വാർത്ത നമ്മൾ കണ്ടു. അതിനേക്കാളെല്ലാം ഉപരി നമ്മളെല്ലാം ചെറുപ്പകാലത്തിലേക്ക് ചിന്തിച്ചു നോക്കിയാൽ 12 വയസ്സുള്ള നമ്മൾക്ക് ഓരോരുത്തർക്കും 12 വയസ്സുള്ള സമയത്ത് നമ്മുടെ ഇളയ സഹോദരിക്കോ സഹോദരനോ നമ്മൾ കൊടുത്തിരുന്നത് ചോക്ലേറ്റ് ആണ്, മിഠായിയാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, കോട്ടയത്ത് 12 വയസ്സുള്ള ഒരു ആൺകുട്ടി തന്റെ അനുജത്തിക്ക്, 10 വയസ്സുള്ള തന്റെ അനുജത്തിക്ക് വെച്ച് നീട്ടിയ സമ്മാനം MDMA ആയിരുന്നു. എന്ന് വേണ്ട, ഓരോ ദിവസവും നാം ദൃശ്യ പത്രമാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എത്ര ഭീതിജനകമാണ് എന്ന് ആലോചിച്ച് നോക്കുക. ഇത് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സുഹൃത്ത് വലയങ്ങളിൽ, നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളിൽ, നമ്മുടെ മക്കളിൽ ഒക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ട, ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലാം ചുറ്റുവട്ടത്ത്, നമ്മുടെ എല്ലാം സുഹൃത്ത് ബന്ധത്തിൽ ഇതുപോലെയുള്ള ലഹരി ഉപയോഗിക്കുന്ന, ലഹരിക്ക് അടിമപ്പെട്ടിട്ടുള്ള എത്രയോ 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 കുടുംബങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ചെറുകോട് ആഞ്ജനേയാശ്രമം സ്ഥാപിച്ചിട്ട് ഈ 4 വർഷത്തിനിടയിൽ 200-ൽ പരം വിഷയങ്ങൾ, 200-ൽ പരം കുടുംബ ലഹരി വിഷയങ്ങൾ കേൾക്കുകയും ആ വിഷയങ്ങളെ കുറിച്ച് അറിയുവാനും അടുത്തിടപഴകാനും ഒക്കെ സാധിച്ചൊരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം, ഏറ്റവും കൂടുതൽ ഈ ലഹരിക്കും ഇതുപോലെയുള്ള രാസ മരുന്നുകൾക്കുമൊക്കെ അടിമപ്പെട്ടു പോകുന്ന കുടുംബങ്ങളിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു സംസ്കാരം നാമജപ സംസ്കാരമാണ്. കാരണം പണ്ട് കാലത്ത് നമ്മുടെ എല്ലാം കുടുംബങ്ങളിൽ ഒത്തൊരുമിച്ചിരുന്നു കൊണ്ട്, അച്ഛനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്നു കൊണ്ട് സന്ധ്യാസമയത്ത് ഉമ്മറപ്പടിയിൽ നിലവിളക്ക് കത്തിച്ചു വെച്ചിരുന്നിട്ട് രാമ 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 പാഹിമാം, രാമപാദം ചേരണേ മുകുന്ദരാമ പാഹിമാം എന്ന് നാമം ജപിച്ചിരുന്ന സംസ്കാരം ഉണ്ടായിരുന്നു. ആ നാമം ജപിച്ച സംസ്കാരം നമ്മളിൽ നിന്ന് എന്നാണോ അകന്നു പോയത്, അന്ന് നമ്മുടെ എല്ലാം കുടുംബങ്ങളിൽ അച്ഛൻ അച്ഛന്റെ വഴിയും അമ്മയ്ക്ക് അമ്മയുടെ വഴിയും മക്കൾക്ക് മക്കളുടെ വഴിയുമായി തീർന്നു. അങ്ങനെ ആരാലും നിയന്ത്രിക്കപ്പെടാതെ തോന്നുന്ന പോലെ ചെയ്ത്, തോന്നുന്ന പോലെ ജീവിച്ച്, തോന്നുന്ന പോലെ മരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബങ്ങളിൽ, കുട്ടികളിൽ, തലമുറയിലൊക്കെ വന്നപ്പോ അവിടെയാണ് ഇതുപോലെയുള്ള പല പല വേണ്ടാത്ത കൂട്ടുകെട്ടുകളും, വേണ്ടാത്ത ബന്ധങ്ങളും, വേണ്ടാത്ത വസ്തുതകളും ഒക്കെ വന്നു ചേർന്നിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യമായിട്ട് പഠിച്ചപ്പോഴാണ്, മനസ്സിലാക്കിയപ്പോഴാണ് ഏറ്റവും ദുഃഖിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന പല സത്യങ്ങളും മനസ്സിലായത്. 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുന്ന പെൺകുട്ടികൾ ഉൾപ്പെടെ പല തരത്തിലുള്ള ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് വീട്ടിൽ അച്ഛനോടും അമ്മയോടും ധിക്കരിച്ചുകൊണ്ട്, അച്ഛനും അമ്മയും പറയുന്ന നല്ല വാക്യമെന്ന് ചിന്തിച്ചുകൊണ്ട് സമൂഹത്തിൽ അഴിഞ്ഞാടുന്ന അവസ്ഥയിലേക്ക്, ദുരിതത്തിലേക്ക് നീങ്ങുന്ന ഒരു കാലഘട്ടം ഇന്നുണ്ട്. ഇതിന് പ്രതിവിധി എന്താണെന്ന് ആലോചിച്ചപ്പോഴാണ് ഗുരുസങ്കല്പത്തിൽ ഒരു കാര്യം ബോധ്യമായത്. ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ ജീവിത സന്ദേശം, ധർമ്മ സന്ദേശം സമാജത്തിലേക്ക് പകർത്തി കൊടുക്കാൻ സാധിച്ചാൽ അത് ഉൾക്കൊള്ളുന്ന 1000 പേരിൽ, അത് കേൾക്കുന്ന 1000 പേരിൽ, ഉൾക്കൊള്ളുന്ന 100 പേരിൽ, അനുസരിക്കുന്ന 10 പേരിൽ സ്വീകരിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഈ രഥയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭു നമുക്ക് നൽകിയ ജീവിത സന്ദേശം അത് രാമായണമായിട്ട് വ്യക്തമായിട്ട് ആചാര്യന്മാർ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ രാമായണത്തിൽ പറയുന്ന രീതിയിൽ, രാമായണത്തിന്റെ ധർമ്മചിന്തയിൽ ഭഗവാൻ ശ്രീരാമചന്ദ്ര
ആ ധർമ്മത്തിലൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിയും അധാർമികമായിട്ടുള്ള പ്രവൃത്തികളിലേക്ക് പോവുകയില്ല എന്ന ഗുരു സത്യത്തെ ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഈ രഥയാത്രയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്.